ചുമട്ടുതൊഴിലാളികളുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് കച്ചവടം അവസാനിപ്പിച്ച വ്യാപാരി കൂലി വർധന ആവശ്യപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും പിന്നീട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് വളർന്നുവെന്നും ഹജർസ്റ്റോൺ മാനേജ്മെന്റ് അറിയിച്ചു. ചങ്ങലയിട്ട് പൂട്ടിയ ശേഷം കടയ്ക്ക് മുന്നിൽ ഉടമ ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചു. കൂലി വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ചുമട്ടുതൊഴിലാളികളുടെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ. സ്ഥാപനം വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ ജീവനക്കാർക്ക് നേരെയായി ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണി. അവസാനം ഗത്യന്തരമില്ലാതെ കട അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഹജർസ്റ്റോൺ മാനേജ്മെന്റ്. സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം താഴിട്ട് പൂട്ടിയ ശേഷം മാനേജ്മെന്റ് ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചു. ചുമട്ടുതൊഴിലാളികളുടെ നിരന്തരമായിട്ടുള്ള കൂലി വർധനയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തലും കാരണം മുന്നോട്ടു പോകാൻ കഴിയാതെ പ്രവർത്തനം നിർത്തുന്നു. ഇതാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ചുമട്ടുതൊഴിലാളികൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഒരാഴ്ചയായി കടയിൽ വരുന്ന ലോഡ് ഇറക്കാൻ കഴിയാതെ മടക്കുകയാണെന്നും വിൽപ്പന നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും ജീവനക്കാർ പറയുന്നു. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ വരുന്നുണ്ടെങ്കിലും ഇത് വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കടയുടമ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് കൂലി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ കയറ്റിറക്ക് നടത്തുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് ചുമട്ടുതൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതും പാലിക്കപ്പെട്ടില്ല. കട നിർത്തുന്നതോടെ ജീവനക്കാരും കല്ലുപതിക്കുന്ന തൊഴിലാളികളും ഉൾപ്പെടെ 50-ലേറെ പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നും ഇവർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.